ഗായ്സ് നമ്മുടെ ടെസ്റ്റ് വർക്കിൻ്റെ രണ്ടാമത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് കിട്ടിയല്ലോ, വീടെത്തി. ഇതാണ്ട് എല്ലാം ചേസുകാരെല്ലാം ഉൾപ്പെടെ ഡിസ്ക് പ്ലേറ്റ് എല്ലാം പക്കയായിട്ട് പെയിൻ്റ് അടിച്ച് എല്ലാം സെറ്റാക്കി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു. നമ്മൾ വീട്ടിൽ നിന്നാണ് അയച്ചിട്ട് പോയത്. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ കാണാത്തവർ കണ്ടു നോക്കി അറിയും. ഇതാണ്ട് നമ്മുടെ ഈ പാർട്സുകളൊക്കെ ഇതാണ്ട കിടക്കുന്ന കിടപ്പ് കണ്ട. ഇനി ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യണം. എന്താ വെച്ചാൽ നമുക്ക് ഇതൊന്നും പെയിൻറ്റ് അടിക്കാത്ത സാധനങ്ങളാണ്. നമ്മുടെ ടാങ്ക് സൈഡ് ഡോറ് കാര്യങ്ങളൊക്കെ ഒന്നും പെയിൻറ്റ് അടിച്ചില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് കറക്റ്റായി സെറ്റ് ചെയ്യണം. അപ്പോൾ സമാധാനത്തിൽ വീട്ടിൽ വന്നിട്ട് ഇതാണ്ട. അപ്പോൾ പിന്നെ കേബിളൊക്കെ ഞാൻ തീർച്ചയായും മാറ്റിയിട്ട്, എന്താ വെച്ചാൽ എല്ലാം അയച്ചതാണ് പറഞ്ഞിട്ട് കേബിളൊക്കെ പെയിൻറ്റ് ആയിട്ടുണ്ടാകുന്ന പറഞ്ഞിട്ട് മാറ്റി നല്ല സ്മൂത്ത് കിട്ടണം. അപ്പോൾ എല്ലാ കേബിളും പിടിച്ച് മാറ്റി. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം ഒറിജിനൽ തന്നെ ഇട്ടത്. പിന്നെ ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പതുക്കെ സെറ്റ് ചെയ്ത്, പിന്നെ ഇൻഡിക്കേറ്റർ ഞാൻ കറക്റ്റ് ഒറിജിനൽ മേടിച്ചിട്ടാ. അത് കാലാകാലം കിടക്കും. ഒറിജിനലത്തി റേറ്റ് കൂടുതലാണ്, പക്ഷെ എന്നാലും പക്കാ സാധനമായിരിക്കും. ഒറിജിനൽ തന്നെ മേടിച്ചിട്ടു. പിന്നെ ഇതാ ഫുള്ള് സെറ്റ് ചെയ്തു. ഫുള്ള് പറഞ്ഞാൽ വീട്ടിൽ ഒരു ദിവസത്തെ പരിപാടിയാണ്. സമാധാനത്തിൽ എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് നമ്മുടെ ഷോർട്ട് ബാർ മാറ്റുകയാണല്ലോ. പിന്നെ നമ്മുടെ യൂണിക്കോണ്ട് ഹാൻഡിൽ ബാറാണല്ലോ സെറ്റ് ചെയ്തത്. പക്ഷേ ഞാൻ യൂണിക്കോണ്ട് അല്ല സെറ്റ് ചെയ്തത്. ഞാൻ ചെറിയ ട്വിസ്റ്റ് കളിച്ച് വയസ്സ് നമ്മൾ ഇത്തിരി ഷോർട്ടാക്കാൻ വേണ്ടി പാഷൻ പ്രോയുടെ സെറ്റ് ചെയ്തതാണ്. പക്ഷേ പക്ക നല്ല ഷോർട്ടായിരുന്നു. പിന്നെ ഇതാണ്ട് വൈസർ കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ അനിയൻ ചക്കൻ വന്നു. അവൻ വന്ന് കുറച്ച് അവൻ അതും ഇതൊക്കെ നോണ്ടാൻ തുടങ്ങിയപ്പോൾ കുറച്ച് തിന്നാനൊക്കെ കൊടുത്ത് മയക്കി അവിടെ ഇരുത്തി. അവൻ പിന്നെ ഡേഞ്ചറാണല്ലോ. നമ്മുടെ ചേച്ചിൻ്റെ അനിയനാണ്, ചേച്ചിൻ്റെ മകനാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാണ്ട് അതെല്ലാം സെറ്റാക്കി. ഏറെക്കുറെ എല്ലാം നമ്മുടെ പഴയൊരു കൺട്രോളിൽ എത്തിയിട്ടാണ്. അതാണ്ട് ഡിസ്ക് പ്ലേറ്റ് ബ്ലാക്ക് അടിച്ചപ്പോൾ തന്നെ നല്ല ഭംഗിയായി വണ്ടി. പിന്നെ ഏറെക്കുറെ എല്ലാം സെറ്റാക്കി. ഇനിയും കുറച്ചും കൂടി ഭാഗങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. ഓടിച്ച് നോക്കി ഡിസ്ക് പ്ലേറ്റൊക്കെ ഒന്ന് സെറ്റാക്കണം. എല്ലാം ഫസ്റ്റ് അയച്ചതാണല്ലോ. ഇതാണ്ട് നമ്പർ പ്ലേറ്റ് പിടിക്കണം. പിന്നെ അങ്ങനെ ഫൈനലി നമ്മുടെ ലൊക്കേഷനിൽ കൊണ്ട് നിർത്തി. ഫുൾ വർക്കും കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ടെസ്റ്റിന് പോകാനുള്ള സിറ്റുവേഷൻ. ഫുള്ള് നമ്മുടെ ഷോർട്ട് ബാർ മാറ്റിയതായി. നോർമൽ തന്നെ വെച്ചപ്പോൾ തന്നെ ഒരു പ്രത്യേകതരം ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ മുന്നൊന്നും ഇങ്ങനെ കണ്ടില്ല, പക്ഷേ ഭയങ്കര ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓടിക്കാൻ നല്ല സുഖമുണ്ട്. നമ്മൾ പാഷൻ പ്രോൻ്റെ സെറ്റ് ചെയ്ത് നല്ല ഷോർട്ടാണ്, നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഇതാണ്ട് ഫുള്ള് പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ബാക്കിലെ ബോട്ട്സൊക്കെ പോയപ്പോൾ ആകെ ചെറിയ വണ്ടിയാണ്. പിന്നെ ഇഞ്ചിൻ്റെ കളർ ചെറിയൊരു ഡിഫറൻറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നേര് നമ്മൾ എല്ലാം വീഡിയോസും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നേര് നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ പേപ്പർ വർക്ക് ഗൈസ്. ഇതാണ്ട് പേപ്പർ വർക്കിന് വേണ്ടി നേര് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലേക്കാണ് പോയത് ഗൈസ്. ഡ്രൈവിംഗ് സ്കൂളിൽ പോയപ്പോഴാണ് എൻ്റെ കിളി പോയത്. എന്താ കാരണം ചോദിച്ചതിന് ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 5100 രൂപ പേപ്പർ വർക്കിന് മാത്രമായി ഗൈസ്. പിന്നെ വിത്ത് ഇൻഷുറൻസ് വേറെ, പൊല്യൂഷൻ വേറെ. പിന്നെ അത് കഴിഞ്ഞ് വണ്ടി നേരി നമ്മൾ പെയിൻറ്ററായിട്ട് അവിടെ കൊണ്ടിട്ടു. എന്താ വെച്ചാൽ എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ ചെറിയ അലർജിയിലെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് ടച്ച് ചെയ്യാൻ വേണ്ടി അവിടെ കൊണ്ട് നിർത്തി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ ടെസ്റ്റ് കിട്ടിയോ ഇല്ലയോ എന്ന് നമുക്ക് ഞാൻ പറയാം. നേരി നമ്മൾ ഗ്രൗണ്ടിലേക്ക് എത്തി. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഡിസ്കൊക്കെ അയച്ചു വെച്ചിട്ടോ വർക്ക്ഷോപ്പിൽ. അത് മെയിനായിട്ട് പോകണല്ലോ. നമുക്ക് പെട്ടെന്ന് ടെസ്റ്റ് ഡേറ്റ് പെട്ടെന്ന് കിട്ടി. അപ്പോൾ ഡിസ്കും കാര്യങ്ങളൊക്കെ അയച്ച് എല്ലാം സ്റ്റോക്ക് ആക്കണം. എന്താ വെച്ചാൽ ഈ ലെവലിൽ പോയാൽ പണി കിട്ടുമല്ലോ. എല്ലാം സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ആക്കി വേറൊരു വണ്ടിൻ്റെ അടുത്ത് കയറ്റിയതാണ്. എല്ലാം സ്റ്റോക്ക് ആക്കിയതാണ്. ഈ ഒരു സ്റ്റോക്ക് കണ്ടീഷനാക്കി. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ. നേരി നമ്മൾ പോയത് ഹെഡ്ലൈറ്റ് ഡൂമൊക്കെ മാറ്റിയിട്ടാണ്. അത് നമ്പർ പ്ലേറ്റ് പിടിപ്പിച്ചു എല്ലാം സെറ്റാക്കി ടയറെല്ലാം മാറ്റി നേരെ നമ്മൾ ഗ്രൗണ്ടിലെത്തി ആലത്തൂർ ഗ്രൗണ്ടിലെത്തി. അപ്പോൾ ഇനി ടെസ്റ്റ് കിട്ടിയോ ഇല്ലയോ, എത്ര രൂപയായി, എത്ര ബഡ്ജറ്റായി എന്നെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഫുൾ വർക്കിന് എത്രയായി എന്നെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോൾ അക്കൗണ്ടൻസ് ഫോളോ. ഓക്കെ, ബൈ.